ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, ചേർന്നിട്ടുള്ള സഹപ്രവർത്തകർ, നമ്മൾ ഇത്തരത്തിലുള്ളൊരു സമര പരിപാടിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് വാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഒരു അഭിമാനമാകുമായിരുന്ന ഒരു പദ്ധതിയാണ് ഇന്നിവിടെ ഈ ഒരു രീതിയിൽ നശിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി രാജ്യത്തൊട്ടാകെ ഇത്തരത്തിലുള്ള പഴവർഗ സംസ്കരണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളടക്കം വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, നമുക്കറിയാം അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ VS സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഇവിടെ വരുന്ന സമയത്ത് ഏകദേശം 24 കോടിയോളം രൂപ ചിലവഴിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണവും ആവശ്യമായിട്ടുള്ള മിഷനറികളടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചെങ്കിലും ആവശ്യമായിട്ടുള്ള സേവന വ്യവസ്ഥകൾ ഒരുക്കുന്നതിന് വേണ്ടി യാതൊരുവിധ സാഹചര്യങ്ങളും പിന്നീട് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ 2 തവണ നമ്മുടെ MLA ആയിരുന്ന ശ്രീ K രാജൻ അവർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടേമിൽ കേരളത്തിൻ്റെ ചീഫ് വിപ്പായിരുന്നു. അതിനുശേഷം അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം MLA ആയി 3 മാസം കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി ഈ ഒരു ബനാന ഹണി പാർക്കിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്ന നമ്മുടെ K രാജൻ MLA എന്ന് പറയുന്ന നമ്മുടെ നിലവിലുള്ള MLA, അദ്ദേഹം എന്ത് പ്രവർത്തനമാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയതെന്ന് അറിയാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് താല്പര്യമുണ്ട്. ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥലമാണ്. ഏകദേശം കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രാദേശികമായ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ നൽകും. അതുപോലെ തന്നെ നേരിട്ടല്ലാതെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ബിസിനസ്സിലൂടെ അതുപോലെയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളിലൂടെ